MG യൂണിവേഴ്സിറ്റിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പ്രസന്റേഷൻ എന്ന പേപ്പറിലെ ഓൾഡ് സിലബസ് പേപ്പറിലെ ഇംഗ്ലീഷ് പേപ്പറിലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയായിരുന്നു. അതിലെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ് അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. 11 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സോൾവ് ചെയ്തിരിക്കുന്നത്. 11th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹു ആർ ദ ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് എ പ്രസന്റേഷൻ? ഒരു പ്രസന്റേഷന്റെ സംബന്ധിച്ച് പറയുമ്പോൾ, സെമിനാർ പ്രസന്റേഷൻ ആവട്ടെ, ക്ലാസ് റൂം പ്രസന്റേഷൻ ആവട്ടെ, ഒരു പ്രസന്റേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ തീരുമാനം എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ദ ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് എ പ്രസന്റേഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ആ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്ന ആൾക്കാർ തീർച്ചയായും അതെങ്ങനെ വേണം തങ്ങളുടെ പ്രസന്റേഷൻ എന്ന് തീരുമാനിക്കും. ഒപ്പം തന്നെ അവരെ കാണുന്ന കാഴ്ചക്കാർ, വ്യൂവേഴ്സും ഒരു നിർണയാവകാശമുണ്ട്. വ്യൂവേഴ്സ് ഏത് ടൈപ്പാണ് അതിനനുസരിച്ചാണ് പ്രസന്റേഷൻ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ദ പ്രസന്റർ ഓർ സ്പീക്കർ തന്നെയാണ്. രണ്ട്, ദ ഓഡിയൻസ് ഓർ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. മൂന്ന്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതിൽ നിന്ന് ഗുണം കിട്ടുന്ന ആൾക്കാർ, ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ, ഹു ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രസന്റേഷൻസ് ഔട്ട്കം. ഈ പ്രസന്റേഷന്റെ ഔട്ട്കം എങ്ങനെ വേണം എന്ന് അതിൽ നിന്ന് താല്പര്യമുള്ള മറ്റു ആൾക്കാർ. ഇനി ദീസ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ദ കണ്ടന്റ്. അത് ഏതൊരു പ്രസന്റേഷനും അങ്ങനെ തന്നെയാണ്, ടെലിവിഷൻ പ്രസന്റേഷൻ ആണെങ്കിൽ പോലും. ടോൺ ആൻഡ് ഡെലിവറി ഓഫ് ദ പ്രസന്റേഷൻ, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ഈ തൽപര ഗ്രൂപ്പുകളുടെയും അതുപോലെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെയും ഒപ്പം തന്നെ അത് ആവശ്യമുള്ള ഓഡിയൻസിന്റെയും ഒക്കെ താല്പര്യം ആണ്. അവരൊക്കെയാണ് അപ്പോൾ വാസ്തവത്തിൽ ഡിസിഷൻ മേക്കേഴ്സ് പ്രസന്റേഷനെ സംബന്ധിച്ച്. അടുത്തത്, വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഫോർ എ സർവേ? സർവേയിൽ നമ്മൾ ഏതൊക്കെ ടൂൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചോദ്യം. ടൂൾസ് യൂസ്ഡ് ഫോർ സർവേ ആർ, സം കോമൺ ടൂൾസ് യൂസ്ഡ് ഫോർ സർവേ ഇൻക്ലൂഡ് ഓൺലൈൻ സർവേ ഫോമുകൾ ഉപയോഗിക്കാം. എക്സാമ്പിൾ ഗൂഗിൾ ഫോമുകൾ, സർവേ മങ്കികൾ, ക്വസ്റ്റ്യനെയറുകൾ, ഇന്റർവ്യൂകൾ, സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂകളാവാം, ഫോക്കസ് ഗ്രൂപ്പുകൾ, പോൾസ് അഥവാ വോട്ടിങ്ങുകൾ. ഇതൊക്കെ നമുക്ക് പല രീതിയിൽ സർവേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പതിവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോമൺ ടൂൾസ് തന്നെയാണ്. അടുത്തത്, വാട്ട് ഈസ് കൊഹഷൻ? എന്താണ് കൊഹഷൻ എന്ന് പറയുന്നത്? ഹൗ ഇസ് ഇറ്റ് അച്ചീവ്ഡ്? എല്ലാം കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് കൊഹഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? അതായത് ഒരു പ്രസന്റേഷനിൽ പല കാര്യങ്ങളുണ്ടാവാം, പക്ഷെ ഒരു ലോജിക്കൽ കണക്ഷനും ഒരു ഐഡിയാസിന്റെ ഒരു ഒത്തൊരുമയും വേണം ആ പ്രസന്റേഷനിലെ മൊത്തത്തിൽ. കൊഹഷൻ റെഫേഴ്സ് ടു ദ ലോജിക്കൽ കണക്ഷൻ ആൻഡ് ഫ്ലോ ഓഫ് ഐഡിയാസ് വിത്തിൻ എ ടെക്സ്റ്റ് ഓർ പ്രസന്റേഷൻ. ഒരു ടെക്സ്റ്റിൽ അല്ലെങ്കിൽ പ്രസന്റേഷനിൽ ഇതെല്ലാം വേണം എന്നതാണ്. അതെങ്ങനെ നേടാം എന്ന് ചോദിച്ചാൽ, എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ യൂസിങ് ട്രാൻസിഷണൽ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ചില ട്രാൻസിഷണൽ വേർഡ്സും ഫ്രേസസ് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ആശയത്തെയും പുതിയ ആശയത്തെയും തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കാം. അത് കീ ടേംസിനെ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് കൊഹഷൻ ഉണ്ടാക്കാം. അതായത് പ്രമുഖ വാക്കുകളെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ആശയത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് ഫോക്കസ് ചെയ്യിക്കാം. ലോജിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, ആശയങ്ങളെ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന രീതിയിൽ പരസ്പരം ക്രമാനുഗതമായിട്ട് യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ആ ഒത്തൊരുമ, ആ നമ്മൾ അവതരിപ്പിക്കുന്ന പ്രസന്റേഷന്റെ ആ ഒരു അവസാനത്തെ ആ ഒരു ഒരുമയുണ്ടല്ലോ, അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വേറൊരു പോയിന്റ് പറയുന്നത് ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ്, വളരെ വ്യക്തമായ ഭാഷ, വളരെ സംക്ഷിപ്തമായ ഭാഷ, ചുരുക്കി പറയാനുള്ള കഴിവ്, ഇതൊക്കെയാണ് കൊഹഷൻ ഉണ്ടാക്കി തരിക. കൊഹഷൻ ഹെൽപ്സ് ദ ഓഡിയൻസ് ഫോളോ ദ ആർഗ്യുമെന്റ് ഓർ നരേറ്റീവ്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നരേറ്റീവിന് കേൾവിക്കാർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനും അതിനെ ആശയങ്ങളെ പിഞ്ചെന്ന് ചെല്ലാനും ഒക്കെ സാധിക്കുന്നു ഈ കൊഹഷൻ എന്ന് പറയുന്ന ആശയമുണ്ടെങ്കിൽ. അതായത് ആശയങ്ങളുടെ ആ ഒരു ചേർച്ചയും അതുപോലെ തന്നെ ആശയങ്ങളുടെ ഒരു തുടർച്ചയും ഒത്തൊരുമയും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ ഫോൾട്ടി പാരലലിസം? എന്താണ് ഫോൾട്ടി പാരലലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോൾട്ടി പാരലലിസം occurs when two or more ideas or phrases are presented in a way, രണ്ടോ അതിലധികമോ ആശയങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കും, that makes them seem unequal or unbalanced. അത് അൺബാലൻസ്ഡ് ആയിട്ട്, അൺഈക്വൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ആണ് നമ്മൾ പറയുക അത് ഫോൾട്ടി പാരലലിസം എന്ന് പറയാം. പാരലൽ അല്ലാണ്ട് പോകുന്നു എന്നർത്ഥം, പരസ്പരം ചേർച്ചയില്ലാതെ പോകുന്നു എന്നർത്ഥം. ദിസ് ക്യാൻ ബി ഡ്യൂ ടു, അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നമ്മൾ എഴുതുന്ന വാചകത്തിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ തെറ്റിപ്പോയാൽ ഈ ഫോൾട്ടി പാരലലിസം എന്ന് പറയുന്ന പ്രതിസന്ധി നമ്മുടെ എഴുത്ത് ഇല്ല. അക്കാദമിക് റൈറ്റിംഗിൽ പ്രത്യേകിച്ച് ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ടോണിന്റെ ഏറ്റക്കുറച്ചിൽ പോലും അതിന് കാരണമായേക്കാം. ഓർ എംഫസൈസ്, നമ്മൾ ഊന്നിപ്പറയുന്ന കാര്യത്തിന്റെ ഫോക്കസിനും മാറ്റമുണ്ടായാലും ഇതൊക്കെ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വാചകം നോക്കാം ഉദാഹരണത്തിലൂടെ.
നമുക്കത് മനസ്സിലാക്കാം. ഐ ലവ് റീഡിങ് ബുക്സ്, റൈറ്റിംഗ് സ്റ്റോറീസ് ആൻഡ് ടു ലേൺ ന്യൂ തിങ്സ്. ഈ വാചകത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട്. തെറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊഹഷനില്ലായ്മ തന്നെയാണ്. ആ ഒരു ക്രമം, അൺപാരലലിസം എന്നൊക്കെ നമ്മൾ പറയുന്ന എന്താണ് ഫോൾട്ടി പാരലലിസം എന്ന പ്രശ്നമാണ്. ആദ്യത്തെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. ഐ ലവ് റീഡിങ് ബുക്സ്, ING ചേർത്താണ് വെർബ് പറഞ്ഞിരിക്കുന്നത്. കോമ റൈറ്റിംഗ് സ്റ്റോറീസ്, കഥകൾ എഴുതാൻ ഇഷ്ടമാണ്. അവിടെയും വെർബിന് ING ഫോം ഉപയോഗിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റത്തെ ഐറ്റം പറയുമ്പോൾ ഒരു ആൻഡ് ചേർക്കണം എന്നുള്ളത് നല്ലത് തന്നെ. പക്ഷെ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന പിന്നത്തെ വെർബ് ലേൺ ന്യൂ തിങ്സ്, ഇത് ഒരു കുഴപ്പം ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ടു ലേൺ എന്ന് പറഞ്ഞതിന് പകരം ആൻഡ് ലേണിംഗ് ന്യൂ തിങ്സ് എന്നാണ് പറയേണ്ടിരുന്നത്. കാരണം അവിടെയും ING തന്നെ വേണം. ആ പാരലൽ തെറ്റിപ്പോകുന്നു കേട്ടോ. ആദ്യത്തെ രണ്ട് വാക്യങ്ങളിലും ഐ ലവ് റീഡിംഗ് ബുക്സ് എന്നുള്ള ING ആണ്, റൈറ്റിംഗ് സ്റ്റോറീസ് എന്നുള്ള ING ആണ്. ആൻഡ് ലേണിംഗ് ന്യൂ തിങ്സ് എന്ന് വേണമായിരുന്നു. അതിന് പകരം ആൻഡ് ടു ലേൺ. ഒരു ഇവിടെ ഒരു എന്താണ് തല്ല് കടിക്കുന്ന അവസ്ഥ. അതാണ് ഫോൾട്ടി പാരലലിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ശരിയായിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. അതിങ്ങനെ ആവണം. ഇറ്റ് ഷുഡ് ബി I love reading books, writing stories and learning new things. ഇപ്പോൾ ഫോൾട്ടി പാരലലിസത്തിന്റെ പ്രശ്നത്തെ മാറ്റി അത് കറക്റ്റ് ചെയ്ത വാചകമാണ് ഇപ്പോൾ കണ്ടത്. ഇനി വാട്ട് ആർ കൂവേഡ്സ്? കൂവേഡ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് സൂചന നൽകുന്ന വാക്കുകളാണ്. കൂവേഡ്സ് ആർ വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് സിഗ്നൽ ഓർ ഇൻഡിക്കേറ്റ് എ പർട്ടിക്കുലർ ഐഡിയ. ഒരു പ്രത്യേക ആശയത്തിനെ കുറിച്ച് സൂചന നൽകുന്ന വാക്കുകളാണ്. ട്രാൻസിഷൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്ന ഇത്ര നേരം പറഞ്ഞ ആശയത്തിൽ നിന്ന് മറ്റൊരു ആശയ അവതരണ ശൈലിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഒരു അവസ്ഥാ മാറ്റമാണല്ലോ. അത് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളെ അത് കേൾവിക്കാരനെ അല്ലെങ്കിൽ വായനക്കാരനെ ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേക വാക്കുകളാണ് ട്രാൻസിഷൻ വേർഡുകൾ എന്ന് പറയുന്നത്. കൂവേഡുകളാണ്. ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ് ഇൻ ദ ടെക്സ്റ്റ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യവും ഇനി പറയാൻ പോണ കാര്യവും തമ്മിലുള്ള ബന്ധം. നേരത്തെ പറഞ്ഞത് എൻ്റെ കാര്യകാരണ ബന്ധം, ഇനി അടുത്തതിലാണ് പറയാൻ പോണത് ബിക്കോസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അതൊരു കൂവേഡായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബിക്കോസ് ഉണ്ടോ. ഓർ കോൺവെർസേഷൻ. ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇനി പറയാൻ പോണ കോൺവെർസേഷനിൽ ആദ്യം പറഞ്ഞത് പിന്നെ പറയാൻ പോണു തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയും നമുക്ക് കൂവേഡുകൾ ഉപയോഗിക്കാം. അതൊക്കെയാണ് കൂവേഡുകൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഹവർ, അതെന്ത് തന്നെ ആയാലും. ഇൻ അഡീഷൻ, ഇത് കൂടാതെ. ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി വന്നാലാണ് ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് ആശയം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ആശയം പറഞ്ഞു, ഇത് കൂടാതെ മറ്റൊരു ആശയം കൂടി ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മളൊരു പറയുന്ന കൂവേഡാണ് ഇൻ അഡീഷൻ. മീൻ വൈൽ, അതേസമയം. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ. അത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അതേസമയം മറ്റൊരു കാര്യം ഇങ്ങനെയുമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഹവറും ഇൻ അഡീഷനും മീൻ വൈലും ഒക്കെ ട്രാൻസിഷൻ, നേരത്തെ പറഞ്ഞതിൽ നിന്ന് പുതിയൊരു അവസ്ഥയിലേക്ക് നമ്മുടെ അവതരണം മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ അവതരണ മാറ്റം, ആ ട്രാൻസിഷൻ അഥവാ ചേഞ്ച് പറയാവുന്ന, സൂചിപ്പിക്കുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കൂവേഡാണ്. എന്തോ ഒരു കാര്യം സൂചന നൽകുന്ന സൈൻ വേർഡാണ് കൂവേഡ് എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലെ. ഇനി വേറൊരു കൂവേഡ് നോക്കിയേ, കോസ് ആൻഡ് ഇഫക്റ്റ് വേർഡ്സ്. കാര്യകാരണ ബന്ധം, നേരത്തെ പറഞ്ഞു ഇനി പറഞ്ഞു തമ്മിലുള്ള ബന്ധം. ബിക്കോസ്, ദർഫോർ, ആസ് എ റിസൾട്ട് ഓഫ്. ഇത്തരം പ്രയോഗങ്ങൾ കോസ് ആൻഡ് ഇഫക്റ്റ് കാണിക്കുന്ന കൂവേഡുകളാണ്. കമ്പാരിസൺ കാണിക്കുന്ന കൂവേഡുകളുണ്ട്. നമുക്ക് നോക്കാം. സിമിലർലി അല്ല, അതുപോലെ തന്നെ ഇൻ കോൺട്രാസ്റ്റ്. അപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതിനെ വേറൊരു കാര്യമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് സിമിലർലിയും ഇൻ കോൺട്രാസ്റ്റും ലൈക്ക് വൈസും ഒക്കെ പറയുന്നത്. വേറൊരെണ്ണം കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യത്തെ, ആശയത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കൂവേഡുകളുണ്ട്. ഇൻ കൺക്ലൂഷൻ ഉണ്ടാ, അല്ലെങ്കിൽ അല്ലെ ഫൈനലി, ദസ് അപ്രകാരം അല്ലെ, ലെറ്റ് മീ കൺക്ലൂഡ്. ഇങ്ങനെയുള്ള കൂവേഡുകൾ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ സൈൻ ഒരു സൂചന നൽകുകയാണ്, ഒരു സൈൻ നൽകുകയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന പ്രസന്റേഷൻ അല്ലെങ്കിൽ ഇനി എഴുതാൻ പോകുന്ന ആശയം അത് ഇങ്ങനെയാണെന്ന് മുൻകൂട്ടി വായനക്കാരന് അല്ലെങ്കിൽ കാഴ്ചക്കാരന് ഒരു വ്യക്തത, ഒരു മുൻ സൂചന നൽകുന്ന വാക്കാണ് കൂവേഡ്. സോ കൂവേഡുകൾ എന്തിനൊക്കെ സഹായിക്കാം? ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ, ഡയറക്ഷൻ ചേഞ്ച് പറയാൻ, സൈൻ ചെയ്യാനായിട്ട്, സിഗ്നൽ കൊടുക്കാനായിട്ട്, മെയിൻ പോയിന്റ് എംഫസൈസ് ചെയ്യാനായിട്ട്, റീഡറെ അല്ലെങ്കിൽ ലിസണറെ ആ കണ്ടന്റ് ിലൂടെ മുന്നോട്ട് ഗൈഡ് ചെയ്ത് കൈപിടിച്ച് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള കൂവേഡുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. 16ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ അനോട്ടേറ്റിംഗ് ദ ടെക്സ്റ്റ്? ഒരു ടെക്സ്റ്റിനെ അനോട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനോട്ടേറ്റിംഗ് ദ ടെക്സ്റ്റ് ഇൻവോൾവ്സ് ആഡിങ് നോട്ട്സ് ആഡ് ചെയ്യുക എന്നാണ് അനോട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം. കമന്റ്സ് അല്ലെങ്കിൽ കമന്റുകൾ ആഡ് ചെയ്യുക. ഓർ എക്സ്പ്ലനേഷൻസ് ടു എ റിട്ടൺ വർക്ക്, അല്ലെങ്കിൽ ഒരു റിട്ടൺ വർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന്. അവിടെ അനോട്ടേഷനൊക്കെ
പണ്ട് കാലത്ത് ചോദ്യോത്തരമായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ടോപ്പിക് തരും, ആ ടോപ്പിക്ക് ഒന്നുകൂടെ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യലാണ് അനോട്ടേഷൻ എഴുതുക എന്നുള്ള ഉത്തരവെടുത്ത് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അനോട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റിനെ ഒരു അഡീഷണൽ കമന്റ് നമ്മുടെ ഭാഗത്തു നിന്നും കൂടി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ എക്സ്പ്ലനേഷൻ നമ്മുടെ ഭാഗത്തു നിന്നും കൂടി കൊടുത്തുകൊണ്ട് ഒന്ന് പുതുക്കി എഴുതുന്നതാണ് അനോട്ടേറ്റ് ചെയ്യുക. ദിസ് ക്യാൻ ഹെൽപ്പ് റീഡേഴ്സ് എൻഗേജ് മോർ ഡീപ്ലി. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ ആ വാക്കുകളെ, ഒരു മഹാൻ പറഞ്ഞ വാചകമായിരിക്കാം, ആ വാചകത്തെ വായനക്കാരന് കുറച്ചും കൂടി ആഴത്തിൽ ആ വാചകത്തിലേക്ക് കടന്ന് ചിന്തിക്കാനായിട്ട് അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനോട്ടേഷനുകൾ വിത്ത് ദ മെറ്റീരിയൽ. ആ വെറും 2 വരിയിലുള്ള വാചകത്തെ ചിലപ്പോൾ നമ്മൾ ഒരു പാരഗ്രാഫ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും അനോട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ആ മെറ്റീരിയലിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ആ വായനക്കാരന്, റീഡർക്ക് അതിൽ എൻഗേജ് ചെയ്യാനായിട്ട് നമ്മുടെ അനോട്ടേഷൻ സഹായിക്കും. ഐഡന്റിഫൈ കീ പോയിന്റ്സ്, അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, ഒരുപക്ഷെ വേണമെങ്കിൽ ആ പറഞ്ഞ ആശയത്തെ വിമർശനപരമായി ചിന്തിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കാനും ഈ അനോട്ടേഷൻ ടൈപ്പ് കാര്യങ്ങൾക്ക് കഴിയും. അടുത്ത ചോദ്യം, ഹൗ ഡു വി നെറ്റ് സോഴ്സ് ഇൻ ക്രിട്ടിക്കൽ റൈറ്റിംഗ്. ക്രിട്ടിക്കൽ റൈറ്റിംഗിൽ നമ്മൾ നെറ്റ് സോഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? യൂസിങ് ഇന്റർനെറ്റ് സോഴ്സസ് ഇൻ ക്രിട്ടിക്കൽ റൈറ്റിംഗ്. When using internet sources in critical writing, evaluate the credibility and reliability of the source. നമ്മൾ ഇന്റർനെറ്റിൽ എവിടെ നിന്നാണ് എടുത്തത്, ആ സൈറ്റ്, അതിന്റെ ക്രെഡിബിലിറ്റി, വിശ്വസനീയതയും അതിന്റെ റിലയബിലിറ്റി, ആശ്രയിക്കാവുന്ന ആ ഉറപ്പും എത്രമാത്രം ഉണ്ടെന്ന് അത് ഒന്ന് മൂല്യനിർണ്ണയം നടത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇന്റർനെറ്റ് സോഴ്സുകളെ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. വെരിഫൈ ഇൻഫർമേഷൻ ത്രൂ മൾട്ടിപ്പിൾ സോഴ്സസ്. അത് അവിടെ നിന്ന് മാത്രം എടുക്കാതെ വേറെ പല സോഴ്സുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് അത് ഒത്ത് നോക്കുക, വെരിഫൈ ചെയ്യുക. Then 3, പ്രോപ്പർലി സൈറ്റ് സോഴ്സസ് ടു അവോയ്ഡ് പ്ലാജിയറിസം. പ്ലാജിയറിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈറ്റുകളെ വളരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പ്ലാജിയറിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ നിന്നാണ് കണ്ടന്റ് എടുത്തിരിക്കുന്ന സോഴ്സ്, ആ സോഴ്സ് ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളത് വ്യക്തമായിട്ട് സൈറ്റ് ചെയ്യുക, സൈറ്റേഷൻ കോട്ട് ചെയ്യുക. അത് MLA ഫോമിലോ APA ഫോമിലോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിക്കാഗോ സ്റ്റൈലിലോ ഹാർവാർഡ് സ്റ്റൈലോ അങ്ങനെ പല സ്റ്റൈലിൽ നമുക്ക് സൈറ്റേഷൻ കോട്ട് ചെയ്യാൻ സാധിക്കും, സൈറ്റേഷൻ റെഫറൻസ് നൽകാൻ സാധിക്കും. ബി കോഷ്യസ് ഓഫ് ബയാസ്ഡ് ഓർ മിസ്ലീഡിങ് ഇൻഫർമേഷൻ. പിന്നെ ചില നെറ്റിലെ സൈറ്റുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പക്ഷപാതപരമായ ഇൻഫർമേഷൻ ഉണ്ടാവും. അതേക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം, ജാഗ്രത വേണം. ഇനി അടുത്തത്, വാട്ട് ആർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് നോക്കാം. ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻക്ലൂഡ് ക്ലാരിറ്റി, ആക്യുറസി, പ്രിസിഷൻ, റെലവൻസ്, ഡെപ്ത്, ബ്രെത്ത്. എന്തൊക്കെയാണ്? വ്യക്തത വേണം, കൃത്യത വേണം. പ്രിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറയാൻ പറ്റുന്ന അവസ്ഥ. റെലവൻസ് പ്രസക്തി വേണം. ഡെപ്ത് ആഴം വേണം. ബ്രെത്ത് നല്ല വിസ്താരം വേണം. ലോജിക്ക്, അതായത് അപ്പോൾ ആഴത്തിലും പരപ്പിലും പിന്നെ യുക്തിക്ക് നിരക്കുന്ന രീതിയിലും കൃത്യതയോടുകൂടിയും സംക്ഷിപ്തതയോടുകൂടിയും സ്പഷ്ടതയോടുകൂടിയും വേണം നമ്മൾ എഴുതാൻ. അങ്ങനെയൊന്നുമില്ലെങ്കിൽ അതിനെ ആ രീതിയിലൊക്കെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു വിമർശനം മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. നമ്മുടെ വിമർശന ചിന്ത വർക്ക് ചെയ്താണ്. നമ്മൾ വായിക്കുന്ന കണ്ടന്റിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെ നമുക്ക് അതേക്കുറിച്ച് വിമർശിച്ച് പറയാൻ പറ്റണം. കൃത്യതയില്ലെങ്കിൽ, ആക്യുറസി ഇല്ല, ഇതിലെ കണക്കുകളൊന്നും അത്ര ശരിയല്ല എന്ന് പറയണം. ഇനി പ്രിസിഷൻ, സംക്ഷിപ്തതയില്ല, ഒരുപാട് വലിച്ചുവാരി ഒരുപാട് കണ്ടന്റ് ആക്കി പറഞ്ഞിരിക്കുകയാണ് ചെറിയൊരാശയത്തെ. അതതിന്റെ വിമർശനമായിട്ട് നമുക്ക് നമ്മുടെ വായിച്ച് കഴിഞ്ഞതിന് ശേഷം വായനക്കാരൻ എന്ന നിലയിൽ നമുക്കതിനെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് നമുക്ക് വിമർശിക്കാം. റെലവൻസ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ അത് ഇപ്പോഴത്തെ കാലത്ത് അത്ര പ്രസക്തമല്ല എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ആഴം കുറവാണ്, ഡെപ്ത് കുറവാണെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ബ്രെത്ത്, പരപ്പില്ല, ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആശയം ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടെ അത് വിശദീകരിക്കേണ്ടതായിരുന്നു എന്ന് പറയാം. ലോജിക്ക്, യുക്തിക്ക് നിരക്കുന്നതല്ല പലതും, ലോജിക്ക് ഇതിന് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇപ്പൊ വിമർശന ചിന്ത വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നിലവാരങ്ങളൊക്കെ വെച്ച് വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. ഒരു കണ്ടന്റിനെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ അനലൈസ് ചെയ്യുമ്പോൾ ഈ നിലവാരങ്ങളൊക്കെ അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ദീസ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് us or ensure us about the critical thinking is applied rigorously and effectively. നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ ഫലപ്രദമായും വളരെ ശക്തമായും പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ഓർക്കുവാൻ ഇത് സഹായിക്കും. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് മെന്റ് ബൈ ദ പർപ്പസ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷന്റെ ഉദ്ദേശം എന്താണ്? പർപ്പസ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ദ പർപ്പസ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഈസ് ടു, ആമുഖം പറയുന്നതിന്റെ തുടക്കം വ്യക്തമാക്കുന്നതിന്റെ കാരണം ഇതാണ്, അവതരണം പറയുന്നതിന്റെ കാര്യം. പ്രൊവൈഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നൽകുക. ഗ്രാബ് ദ റീഡേഴ്സ് അറ്റൻഷൻ, വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചെടുക്കുക. പ്രിവ്യൂ ദ മെയിൻ പോയിന്റ്സ് ഓർ ആർഗ്യുമെന്റ്സ്, മെയിൻ പോയിന്റ്സിനെയും ആർഗ്യുമെന്റ്സിനെയും ഒരു തുടക്കം കൊടുക്കുക. ലെറ്റ് ദ ടോൺ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ കണ്ടന്റ്, കണ്ടന്റിന്റെ ടോൺ സെറ്റ് ചെയ്യുക. ഇത്രയുമാണ്.